നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ഒക്കെ പറ്റും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്താണെങ്കിലും ചുളിവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുത്താൽ മതി. നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഉലുവ വെച്ചിട്ടാണ്. ഉലുവ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉലുവയാണ്. അപ്പോൾ ഞാൻ ഉലുവ ഇവിടെ പൊടിച്ചെടുത്തേക്കാണ്. ഉലുവ പൊടിക്കുന്ന നമ്മൾ വറുത്തൊന്നും പൊടിക്കേണ്ട, സാധാരണ പോലെ നോർമലായിട്ട് പൊടിച്ചെടുത്താൽ മതി. 1 സ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ്. പാല് നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 സ്പൂണോളം പാല് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കി വയ്ക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. കുറച്ച് ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടെ തിക്കായിട്ട് കിട്ടും. നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്നും കൂടെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ തിക്കായി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ലൂസാക്കി വെച്ചിരുന്നെങ്കിൽ മാത്രമേ അത് ആ ഒരു പാകത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കിക്കേ, ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ചുളിവുകൾ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് വീട്ടമ്മമാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഒരു തവണ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം തന്നെ നമുക്ക് നല്ല വിസിബിളായിട്ടുള്ള ഒരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ പോകാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു. മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറാനായിട്ടും ടാൻ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.